പരിപാടി. മൂപ്പര് കേരളത്തിന് ആകെ നൽകിയ വാഗ്ദാനം എന്താണെന്നറിയോ? മെസ്സി വരും, കേരളത്തിൽ മെസ്സി വരും. മൂപ്പര് പറഞ്ഞ കണക്കിന് ഇന്നലെ മെസ്സി കേരളത്തിൽ നിന്ന് പോകണം. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ കേരളത്തിൽ മെസ്സി വരും, മെസ്സി വരും കേട്ടോ എന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, രാമനാട്ടുകാരിൽ നിന്ന് മൂപ്പര് തുറന്ന ബസ്സിൽ വളാഞ്ചേരിക്ക്. അപ്പൊ 50 ലക്ഷം ആൾക്കാർ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇന്നലെയൊക്കെ റോഡിന്റെ സൈഡിൽ നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. കാരണം അവർ പോകുന്ന ഒന്നാണ് അത്ര രാമനാട്ടുകാരിൽ നിന്ന് വളാഞ്ചേരിക്ക് പോവുക. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മെസ്സി മത്സരിക്കില്ല എന്ന് പറഞ്ഞു ചോദിച്ചാൽ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറയാണ് മൂപ്പര് മെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. കായിക മന്ത്രി പറയാ മാർച്ചിൽ കളിക്കാമെന്ന മെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. എമ്മാതിരി തള്ള. ഇതിന് ആരെ ഏൽപ്പിച്ചത്? ഒരു സ്പോൺസറെ. ആ സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഗജ ഫ്രോഡ്, ഭൂലോക ഉടായിപ്പ്. കുട്ടിൽ മരമുറി കേസ് അടക്കമുള്ള ഒട്ടേറെ കേസിലും പ്രതിയായിട്ടുള്ള ഈ വയനാട്ടിലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളെ സ്പോൺസറാക്കി വെച്ചു. ഈ സ്പോൺസർ പറയുന്നത് എന്താ അറിയോ? മെസ്സി വന്നാൽ മെസ്സിക്ക് നല്ലത്, മെസ്സിക്ക് മാത്രമല്ല അർജന്റീനക്കും നല്ലതാണ്. ഇനി കേരളത്തിൽ വരാതെ മെസ്സി വേറെ എവിടെയെങ്കിലും കളിക്കുന്ന എനിക്കൊന്ന് കാണണം. 70 കോടി എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. 119 കോടി ഞാൻ അർജന്റീന കൊടുത്തു, ഞാനത് വേണ്ടെന്ന് വെച്ചു. ഓ, എന്താണ് 119 കോടിക്കൊന്നും ഒരു. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മെസ്സി വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. മെസ്സി വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അന്നല്ലേ കലൂർ സ്റ്റേഡിയത്തില് മൂപ്പര് പറയാണ് 2000 ആൾക്കാർ ഓരോ ദിവസവും പണിയെടുത്തുകൊണ്ടിരിക്കാൻ. ഞാൻ കലൂർ സ്റ്റേഡിയത്തിൽ പോയി 100 ബംഗാളിയെ തയ്ച്ചില്ല, 2 ജേഴ്സികളുണ്ട്. ഇതാണ് അന്താരാഷ്ട്ര. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, കേരളത്തിൽ മെസ്സി വരണമെങ്കിൽ ഇനി ഒറ്റ കാര്യവാക്കും എന്താ ഒരു പൊമ്പഴി. അതായത് ഈ കായിക മന്ത്രി അബ്ദുറഹ്മാനും ഈ സ്പോൺസറും ഇത്രയും ദിവസം തള്ളിയത് അർജന്റീന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ട് അത് മെസ്സിക്ക് അയച്ചു കൊടുക്കാം. മെസ്സി കേട്ടാൽ ഉറപ്പായിട്ടും കേരളത്തിൽ വരും. ഈ രണ്ടാളുടെയും കരന്നക്കുട്ടിക്ക് നോക്കി ഓരോന്ന് കൊടുക്കാനായിരിക്കും മെസ്സി വരിക എന്ന് മാത്രം പറഞ്ഞ് ഈ ഉഡായിപ്പുകളെ വിശ്വസിക്കരുത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF.